ഇവിടുന്ന് ഒരു കോഴ്സൊക്കെ എടുത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അബ്രോഡൊക്കെ പെട്ടെന്ന് പ്ലേസ്ഡ് ആവാൻ പറ്റുമോ? അതുപോലെ തന്നെ മറ്റെന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കോഴ്സുകൾ നമുക്ക് ലഭിക്കുക? നമ്മുടെ അൽസ്ലാമയിൽ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും നമ്മൾ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ലൈഫ് ടൈമാണ് നമ്മൾ കൊടുക്കുന്നത്. 100% പ്ലേസ്മെന്റ് സപ്പോർട്ടാണ്. നിങ്ങളിപ്പം നമ്മൾ ത്രൂ പ്ലേസ്ഡ് ആയാലും ഇൻ കേസ് നിങ്ങളത് ഡ്രോപ്പ് ചെയ്താലും നെക്സ്റ്റ് ഓപ്ഷൻ നമ്മൾ ത്രൂ തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുപോലെ സേഫ്റ്റി സെക്ടറിൽ അബ്രോഡ് നിങ്ങൾ ജോബ് നോക്കുകയാണെങ്കിൽ മാൻഡറ്ററി ആയിട്ട് നിങ്ങൾക്ക് നബോഷിൻ്റെ സർട്ടിഫിക്കേഷൻ വേണം. അതിൽ ഇന്ത്യയും അബ്രോഡും നമ്മൾ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. നമുക്കിപ്പോൾ +2 ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ അൽസലാമ എന്തൊക്കെ കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കറന്റ്? നമുക്ക് നോർമലി +2 കഴിഞ്ഞൊരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം HSCയുടെ ഡിപ്ലോമ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഡിഗ്രി കഴിഞ്ഞൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർക്ക് നബോഷ് ഉണ്ട്. 1 മന്ത് ഡ്യൂറേഷനാണ് കോഴ്സിന് വരുന്നത്. നമ്മളിപ്പോൾ കോഴ്സുകളെ പറ്റി പറഞ്ഞു. അപ്പോൾ ഈ കോഴ്സുകൾക്ക് നമുക്ക് ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ഒക്കെ പോലെ അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് അൽസലാമ നമുക്ക് പ്രൊവൈഡ് ചെയ്യുക സ്റ്റുഡൻസിനായിട്ട്? അൽസലാമയുടെ ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത് 19 വർഷത്തോളം ഈ ഒരു ഫീൽഡിൽ സേഫ്റ്റി സെക്ടറിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അൽസലാമയിൽ ഒരു 1 ഇയർ കോഴ്സ് കഴിഞ്ഞിറങ്ങുന്ന ഒരു സ്റ്റുഡൻ്റ് എന്ന് പറയുന്നതും 3 ഇയേഴ്സോളം ഒരു സൈറ്റ് എക്സ്പീരിയൻസ് ഉള്ള സ്റ്റുഡൻസിനെ പോലെയായിരിക്കും അവർ പുറത്തോട്ട് ഇറങ്ങുന്നത്. അതുപോലെ കുട്ടികളുടെ എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. മീൻസ് അവർക്ക് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. 1 മന്ത് കോഴ്സിലാണെങ്കിൽ പോലും ഫുൾ സിലബസ് അവർക്ക് കവർ ചെയ്യും. അതുപോലെ മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യും, റിവിഷൻസ് ഉണ്ടാവും. കറക്റ്റ് ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഫുൾ കോൺഫിഡൻസോടെ ആയിരിക്കും നമ്മളൊരു സ്റ്റുഡൻറ്റിനെ പഠിച്ചിറക്കുന്നത്.